ഹസ്കേൽ 44 അധ്യായം 4 മുതൽ 7 വരെ തിരുവചനങ്ങൾ. ബരക്കുമോർ. പിന്നീട് അവൻ എന്നെ വടക്കേ ഗോപുരം വഴിയായി ആലയത്തിൻ്റെ മുമ്പിൽ കൊണ്ടുചെന്നു. ഞാൻ നോക്കി, കർത്തൃ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞിരിക്കുന്നത് കണ്ട് കവിണ്ണു വീണു. അപ്പോൾ കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, മനുഷ്യപുത്ര, ദേവാലയത്തിൻ്റെ സകല വ്യവസ്ഥകളെയും നിയമങ്ങളെയും കുറിച്ച് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം നീ നല്ലവണ്ണം ശ്രദ്ധിച്ച് സൂക്ഷിച്ചു നോക്കി ശ്രദ്ധാപൂർവം കേൾക്കുക. ആലയത്തിലേക്കുള്ള പ്രവേശനത്തെയും വിശുദ്ധ മന്ദിരത്തിൽ നിന്നുള്ള പുറപ്പാടുകളെയും നീ നല്ലവണ്ണം ഗ്രഹിക്കുക. ഇസ്രായേൽ ഗൃഹക്കാരായ മത്സരികളോട് നീ പറയേണ്ടത്, കർത്താധികർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗൃഹമേ, നിങ്ങളുടെ സകല അശുദ്ധിയും അവസാനിപ്പിക്കുവിൻ. നിങ്ങൾ എൻ്റെ ആഹാരമായ മേധസ്സും രക്തവും അർപ്പിക്കുമ്പോൾ എൻ്റെ ആലയത്തെ അശുദ്ധമാക്കേണ്ടതിന് നിങ്ങൾ ഹൃദയത്തിലും ജഡത്തിലും അഗ്രചർമ്മികളായ അന്യജാതിയെ എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ഇരുപ്പാൻ കൊണ്ടുവന്നതിനാൽ നിങ്ങളുടെ സകല തിന്മകൾക്കും പുറമെ നിങ്ങൾ എൻ്റെ നിയമവും ലംഘിച്ചിരിക്കുന്നു. കർത്താവേ, നിന്നാൽ ഞങ്ങളുടെ പാപങ്ങൾ പരിഹരിക്കപ്പെടുകയും ഞങ്ങളുടെ ആത്മാക്കൾ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുമാറാകണമേ. ആമേൻ.